The next topic is chat. Chat എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ ഒപ്പീനിയൻസൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ചാറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ചാറ്റിംഗ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് MSN മെസ്സഞ്ചർ, യാഹൂ മെസ്സഞ്ചർ ഇതൊക്കെ യൂസ് ചെയ്യാം. അറ്റ് എ ടൈം ഒരാൾ മാത്രമായിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാരായിട്ട് ചാറ്റിംഗ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വലിയൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചാറ്റിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു ചാറ്റ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ക്ലയൻറ്റ് 1 അവരുടെ മെസ്സേജ് ചാറ്റ് സെർവറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതനുസരിച്ച് അവിടെ നിന്നും ഇതുപോലെ തന്നെ മെസ്സേജ് ഈ ചാറ്റ് സെർവറിൽ നിന്ന് ക്ലയൻറ്റ് 2ലേക്ക് പോകുന്നു. ക്ലയൻറ്റ് 2ൽ നിന്നുള്ള മെസ്സേജ് ഇതുപോലെ ചാറ്റ് സെർവറിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതായത് ക്ലയൻറ്റ്സ് എപ്പോഴും ചാറ്റ് സെർവറിലേക്ക് ചാറ്റ് ചെയ്യും, ചാറ്റ് സെർവറിൽ നിന്നുള്ള മെസ്സേജസും ക്ലയൻറ്റിലേക്ക് അതുപോലെ തന്നെ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചാറ്റ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചാറ്റിങ്ങിലൂടെ നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നർത്ഥം. ഈവൻ നമുക്ക് കറണ്ട് ടോപ്പിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഡിസ്കഷൻസ് ഓൺലൈനായിട്ട് ആവശ്യമായിട്ടുള്ള കുറേ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ വരും. അതിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനും നമുക്ക് കുറച്ചും കൂടി അറിവ് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നു.